അതെ, ഇന്ന് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വിചാരിച്ചു നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന്. അപ്പോൾ നല്ല രുചിയും അതുപോലെ തന്നെ നല്ല മണവുമുള്ള നല്ലൊരു ഫ്രൈക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അല്പം ഉപ്പ്, അതുപോലെ മല്ലിപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് അല്പം എണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാളക്കുട്ടനെവിടെ? ഇനി നമുക്ക് ചാളക്കുട്ടനെ എടുക്കാം. എന്നിട്ട് ചാളക്കുട്ടനെ നല്ല രീതിയിൽ ഈ മസാലയൊന്നിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ മുളകിനേക്കാളും ഇതിനകത്ത് അല്പം മല്ലിയാണ് കൂടുതൽ എടുക്കുന്നത്. മല്ലി കൂടുതൽ എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നല്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല തരി പോലെ ഇരിക്കും. അതുപോലെ തന്നെ മീൻ പച്ച മീൻ പോലെ ഇരിക്കത്തില്ല. അപ്പോൾ എന്താ, മീനിൽ നല്ലപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് പാൻ ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ, എല്ലാ വശത്തും എണ്ണയൊന്ന് എത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് പതിയെ അങ്ങോട്ട് ചാളക്കുട്ടന്മാരെ ഇറക്കിയാലോ. ഇവിടെ സൈഡിലിരിക്കുന്ന കണ്ടോ, മുരിങ്ങാക്കയും തക്കാളിയും കേട്ടിട്ടുള്ള നല്ലൊരു ചാളക്കറിയാണ്. അപ്പോൾ നമ്മുടെ കാര്യം ചാളക്കറിയല്ല, ചാള ഫ്രൈ ആണ്. അപ്പോഴത്തേന് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഒരു കറിവേപ്പില ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു തണ്ട് കറിവേപ്പില. ഇതിൻ്റെ ഒരു ഫ്ലേവറും കിട്ടും, എന്നാൽ പാനിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. എടുക്കാനൊക്കെ പറ്റും, മറിച്ചിടാനൊക്കെ. അങ്ങനെ നമ്മൾ ചാളക്കുട്ടന്മാരേക്ക് പതിയെ അങ്ങോട്ട് കറക്കി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഇത്രയും ഫ്രൈ മതി കേട്ടോ. ഞാൻ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ, അതുകൊണ്ട് പിന്നെ ഇത്ര മതി, ധാരാളം. ബാലൻസ് വന്ന മസാലയൊക്കെ ആ മീനിലേക്ക് തന്നെ വീണ്ടും വെച്ച് കൊടുക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ ഒരു സൈഡൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെയൊക്കെ ചേരുന്നുണ്ട് നല്ല ഒരു ഫ്ലേവറാണ് ഈ മീൻ വറുത്തത്. മീൻ വറുത്ത മാത്രം മതി ചോറ് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയും അതുപോലെ തന്നെ നല്ല ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതിൻ്റെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്.